കളർ തിയറിയെ കുറിച്ചും കളർ വീലിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് തുടരാം. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു കളറിൻ്റെ വ്യത്യസ്ത ടോണുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, നമ്മൾ ഉദ്ദേശിച്ച കളർ സെലക്ട് ചെയ്യുക, കളർ ഗൈഡ് ഓപ്പൺ ചെയ്യുക. കളർ ഗൈഡിനകത്ത് ചെറിയ തമ്മനയിൽ നമ്മൾ കളർ ആദ്യം കാണുന്നിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ ലിസ്റ്റ് ആയിട്ടില്ലെങ്കിൽ ആ കളറുകൾ ഷെയ്ഡ് ചെയ്തിട്ടില്ല എന്നുള്ളിടത്ത് ക്ലിയർ ആയിട്ട് ലിസ്റ്റ് ആയിക്കോളും. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച റെക്റ്റാങ്കിളിൻ്റെ ഒരു കോപ്പി കൂടെ എടുക്കുക. എന്നിട്ട് കളർ ഗൈഡിൽ നിന്ന് നമുക്ക് വേണ്ട ടോൺ സെലക്ട് ചെയ്യുക. ടിൻ്റ് ആണെങ്കിൽ ടിൻ്റ് സെലക്ട് ചെയ്യുക. പിന്നെ 2 റെക്റ്റാങ്കിൾ ഒരുമിച്ച് സെലക്ട് ചെയ്യുക. പിന്നെ മെനുവിൽ ബ്ലെൻഡ് മോഡിൽ മേക്ക് കൊടുക്കുക. ഓപ്ഷൻ കമാൻഡ് ബി അല്ലെങ്കിൽ കൺട്രോൾ ആൾട്ട് ബി ആണ് ഇതിന്റെ ഷോർട്ട് കീ. പിന്നെ ടൂൾ ബോക്സിൽ ബ്ലെൻഡ് ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലെൻഡ് ഓപ്ഷൻസ് കിട്ടും. ഇതിൽ സ്പേസിങ് സ്പെസിഫൈഡ് സ്റ്റെപ്സ് ആക്കി കൊടുക്കുക. ആവശ്യമുള്ളത്ര ഫിഗേഴ്സ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ കളർ പാലറ്റ് ഒരു ബ്ലെൻഡിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. നമുക്ക് വേണമെങ്കിൽ ഒബ്ജക്റ്റിൽ എക്സ്പാൻഡ് കൊടുത്തിട്ട് നമുക്കതിനെ വ്യത്യസ്ത റെക്റ്റാങ്കിളുകളാക്കി മാറ്റാൻ പറ്റും. നമ്മൾ ഡിസൈനിൽ ഉപയോഗിക്കാൻ പോകുന്ന കളറുകൾ ഇതുപോലെ കളർ പാലറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വിക്കായിട്ട് നമുക്ക് ഡിസൈനിൽ അത് വ്യത്യസ്ത കളർ ടോണുകൾ അപ്ലൈ ചെയ്യാൻ പറ്റും.